ഹായ്, എല്ലാവർക്കും SCERT സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം എന്ന ചാപ്റ്ററാണ് ഇന്ന് വായിക്കുന്നത്. ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ തന്നെ പച്ചയാം വിരിപ്പിട്ട സഹീനിൽ തലവെച്ചെന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കൃതിയിലേതാണ്. വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കൃതിയിലുള്ളതാണ് പച്ചയാം വിരിപ്പിട്ട സഹീനിൽ തലവെച്ചും അങ്ങനെ തുടരുന്ന വരികൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കേരളം ഭൂപ്രകൃതിയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളുള്ളത്? 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഫസ്റ്റ് പറയുന്നത് മലനാടാണ്. കേരളത്തിന്റെ കിഴക്കൻ അതിരായിട്ട് നിലകൊള്ളുന്നത് മലനാടാണ്. കേരളത്തിന്റെ കിഴക്കൻ അതിരായി നിലകൊള്ളുന്നത് മലനാട്. പ്രദേശത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഏകദേശം 75 മീറ്ററിന് മുകളിലാണ്. മലനാടിന്റെ എത്രയാണ് ഉയരം വരുന്നത്? ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് മലനാടിന്റെ ഉയരം വരുന്നത്. കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഈ ഭൂപ്രകൃതിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ ആനമുടി. മലനാട് വിഭാഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇതിന്റെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. മീറ്ററിലാണ്, യൂണിറ്റ് ശ്രദ്ധിക്കണം, മീറ്റർ ആണ്, കിലോമീറ്റർ അല്ല. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശം ഏതാണ്? അത് മലനാടാണ്. മലനാട്ടിലെ പ്രധാന കൃഷികളാണ് തേയില, ഏലം, ഇഞ്ചി, കുരുമുളക്. മലനാട്ടിലെ പ്രധാന കൃഷികളാണ് തേയില, ഏലം, ഇഞ്ചി, കുരുമുളക് കേട്ടോ. ഇനി സമുദ്ര സാമീപ്യം ഇല്ലാത്തതിനാൽ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ആർദ്രത കുറവാണ് മലനാട്ടില്. കേരളത്തിലെ 44 നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അത് മലനാട്ടിലാണ്. കേരളത്തിലെ 44 നദികളുടെ ഉത്ഭവസ്ഥാനം മലനാടാണ്. ജസ്റ്റ് ബേസിക് ഫാക്ട് മാത്രമേ ഉള്ളൂ ഇതില്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് ഇടനാടാണ്. ഈ പ്രദേശത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. ഇടനാടിന്റെ ഉയരം എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടിന്റെ ഉയരം. എന്നാൽ മലനാടിന്റെ ഉയരം എത്രയായിരുന്നു? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് മലനാടിന്റെ ഉയരം. PYQ വരെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ഇടനാടിന്റെ ഉയരം എന്നുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. കാർഷിക വൈവിധ്യം കൊണ്ടും ജലസാന്നിധ്യം കൊണ്ടും സമ്പന്നമാണ് ഈ പ്രദേശം. ഏത് പ്രദേശം? ഇടനാട്. ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെ ഇടനാടിന്റെ സവിശേഷതകളാണ്. മലനാടിന്റെ സവിശേഷതകൾ എന്തായിരുന്നു? കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് മലനാടാണ്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെ കാണുന്നത് ഏത് പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്? ഇടനാടിന്റെ സവിശേഷതകളാണ്. ഇടനാടിന്റെ പ്രധാന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാടിന്റെ പ്രധാന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് തീരപ്രദേശം. നമ്മൾ എന്താ പഠിക്കുന്നത്? കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ മലനാടിനെ പറ്റി പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരമുണ്ട്? ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് ഉയരമുള്ളത്. ഇടനാടിനാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. ഇനി തീരപ്രദേശത്തിന്റെ പ്രത്യേകത നോക്കാം. കേരളത്തിന്റെ പടിഞ്ഞാറ് അതിരായ ഭൂപ്രകൃതി വിഭാഗമാണത്. കേരളത്തിന്റെ പടിഞ്ഞാറ് അതിരായ ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? 7.5 മീറ്റർ വരെയാണ് തീരപ്രദേശത്തിന്റെ ഉയരം വരുന്നത്. എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 7.5 മീറ്റർ ആണ്. ഇടനാടിന്റെ ഉയരം എത്രയായിരുന്നു? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. തീരപ്രദേശമാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയുള്ള ഉയരമാണ്. ഇടനാടിനാണെങ്കിൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. മലനാടാണെങ്കിൽ ഏകദേശം 75 മീറ്ററിന് മുകളിലാണ്. ഓക്കെ അല്ലേ? ഇനി എക്കൽ ഉണ്ടായ സമതലങ്ങൾ, മണൽപ്പരപ്പുകൾ, കടൽ തീരം, കായലുകൾ, വെള്ളക്കെട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തതാണ് തീരപ്രദേശം. ഏതൊക്കെയാണ് വരുന്നത്? എക്കൽ അടിഞ്ഞുണ്ടായ സമതലങ്ങൾ, മണൽപ്പരപ്പുകൾ, സമതലങ്ങൾ, കടൽ തീരം, കായലുകൾ, വെള്ളക്കെട്ടുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് തീരപ്രദേശം. കേരളത്തിലെ തീരപ്രദേശം കൂടുതലായുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? അത് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂരാണ്. കേരളത്തിലെ തീരപ്രദേശം കൂടുതലായുള്ള ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ.
ഓക്കെ, ഇത്രയാണ് കേരളത്തിൻ്റെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ. ഈ നെക്സ്റ്റ് കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കാം. കേരളത്തിലെ വേനൽക്കാലം വരുന്ന മാസം മാർച്ച് മുതൽ മെയ് മാസം വരെയാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് മാസം വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്ക് എത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഓക്കെ, ഇനി കേരളത്തിലെ മഴക്കാലങ്ങൾ പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണ് കേരളത്തിലുള്ളത്. പ്രധാനമായും എത്ര മഴക്കാലമാണ്? 2 മഴക്കാലങ്ങളാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, രണ്ടാമത്തതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം. ഫസ്റ്റത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, പിന്നെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്നത് ഏത് മാസമാണ്? ജൂൺ മാസം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂണാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. ഇടവപ്പാതിക്ക് കാരണം എന്താണ്? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും എവിടുന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഭൂരിഭാഗം മഴ ലഭിക്കുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ആരംഭിക്കുന്നത് ഏത് മാസമാണ്? അത് ഒക്ടോബർ മാസം മുതലാണ് വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കുന്നത്. തുലാവർഷത്തിൽ മഴ പെയ്യിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ്. തുലാവർഷത്തിൽ മഴ പെയ്യിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ്. ഈ തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ് മൺസൂണാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്നതാണ് തുലാവർഷം എന്ന് പറയുന്നത്. തുലാവർഷത്തിൽ മഴ പെയ്യിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ്. ഓക്കെ, ഇത്രയാണ് കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് മൺസൂൺ കാറ്റുകൾ നോക്കാം. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. മനസ്സിലായോ? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന, ഏത് ദിശയിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഏത് മാസങ്ങളിലാണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് ഏത് മലനിരകളാണ്? പശ്ചിമഘട്ട മലനിരകളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ഇതിന്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്ന ഏതാണ്? പർവ്വതനിര, പശ്ചിമഘട്ട മലനിരകളാണ് തടഞ്ഞു നിർത്തുന്നത്. ഇനി കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അറിയപ്പെടുന്നത്. ഏതാണ്? കാലവർഷം എന്നറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഏത് ദിശയിലാണ്? അതിന്റെ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതുകൊണ്ട് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. തുലാവർഷം എന്നറിയപ്പെടുന്ന ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് കാലവർഷം എന്നറിയപ്പെടുന്നത്. തുലാവർഷം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ചെയ്യാം. താങ്ക്